KSRTCയിൽ സൗജന്യ യാത്ര എന്നൊക്കെ രാഹുലിന്റെ ഗ്യാരണ്ടി മുന്നോട്ട് വെക്കുന്നത് UDF ആണ്. ഈ കേരളത്തിലെ നിലവിലെ ഒരു സാമ്പത്തികാവസ്ഥയിൽ അതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? അത് ഉത്തരം പറ. പോസിബിൾ ആയിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കി വിജയിച്ചിട്ടുള്ള പദ്ധതിയാണെന്നുള്ള കൃത്യമായ ബോധ്യത്തോടെ തന്നെയാണ് പാലക്കാടല്ല കേരളത്തിൽ മുഴുവനായിട്ട് ഇത് നടപ്പിലാക്കാൻ പോകുന്നത്. സത്യം കുര്യൻചേട്ടന്റെ അടുത്ത് ഞാൻ നുണ പറയില്ല എന്നറിയാലോ. തെലങ്കാനയിലെ സാമ്പത്തിക സ്ഥിതി അല്ലല്ലോ കേരളത്തിൽ. ഇത് നടപ്പിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ KSRTC ലാഭത്തിൽ തന്നെ ആവുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇതൊക്കെ വിശ്വസിക്കുവോ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാർ പണിത കുറെ കല്ലുകളെ കുറിച്ച് പറഞ്ഞു. ആ വിഴിഞ്ഞം കല്ലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇവരാണ്. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. കൊച്ചി മെട്രോ ഈ പണിത കല്ല് ഏകദേശം 90% പൂർത്തിയാക്കിയ ശേഷം അധികാരത്തിൽ നിന്ന് പോണ്ടി വന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഓരോ പദ്ധതിയും ഉദ്ഘാടനം നിർവഹിച്ച് അവിടെ വെറും കല്ലുകളാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ലേശം ഉളുപ്പുണ്ടാവണം. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായി പോയി കുര്യൻചേട്ടാ, മാറ്റണം. ഒന്ന് കണ്ണു തുറന്ന് വികസനം കാണാനുള്ള മര്യാദ എന്റെ പ്രിയ സുഹൃത്ത് കാണിക്കണമെന്ന് ഞാൻ ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഓരോ മേഖലകളെയും കുറിച്ച് പറഞ്ഞു, എടുത്തു പറഞ്ഞൊരു മേഖലയുണ്ട്. എന്താ? ആരോഗ്യ മേഖല. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. എന്താ ആരോഗ്യ മേഖലയുടെ വികസനം എന്ന് പറയുന്നത്? ഒന്നാം പിണറായി സർക്കാർ മറന്നു വെച്ച കത്രിക രണ്ടാം പിണറായി സർക്കാർ ഒരു കേടും കൂടാതെ പുറത്തെടുത്തു എന്നുള്ളതാണ് ഇവിടെ ആരോഗ്യ മേഖലയുടെ ഏറ്റവും വലിയ വികസനം എന്ന് പറയുന്നത്. 9 വയസ്സുകാരിയ ഒരു കുട്ടി വിനോദിനി എന്ന് പറയുന്ന കുട്ടിയുള്ളത് ഈ പാലക്കാട് ജില്ലയിലാ. ആ കുട്ടിയുടെ കൈ പകുതി ഇല്ലാത്തത്, വലത് കൈ ഇല്ലാത്തത് ഈ ആരോഗ്യ മേഖലയിലെ സിസ്റ്റത്തിന്റെ തകരാറാ. ആ കുട്ടിയെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ഒരു കൃത്രിമ കൈവച്ചു കൊടുക്കാനോ ഇവർക്ക് സാധിച്ചില്ല. മോഹൻലാലിന്റെ കൂടെയുള്ള അഭിമുഖത്തിന് ചെലവാക്കേണ്ട പൈസ വേണ്ട, അത്രയും ചെലവില്ല ആ കുട്ടിക്ക് ഒരു കൃത്രിമ കൈവച്ചു കൊടുക്കാൻ. ഞാൻ സത്യം പറയട്ടെ, പറയൂ, ഞാൻ ഇന്നവരെ ആർക്കും 10 പൈസ കൊടുത്തിട്ടില്ല. അതുപോലും കണക്കിലെടുക്കാൻ കഴിയാതെ മുന്നോട്ട് പോയ ഈ സർക്കാരിനേറ്റ തിരിച്ചടി എന്നോണം അത് ചെയ്തു കൊടുത്തത് വിനോദിനിക്ക് ഒരു കൃത്രിമ കൈവച്ചു കൊടുത്തത്, വിനോദിനിക്ക് ഒരു വീടൊരുക്കി കൊടുക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ്. സാറിന് ടോയ്ലറ്റ് പോകാൻ ഫേസ് വല്ലാണ്ടിരിക്കണു. അത് പറയുമ്പോ ഇനി അങ്ങോട്ട് അധികാരത്തിൽ വന്നാൽ കേരള ജനതയ്ക്ക് ആവശ്യമായത് എന്താണ് എന്ന് മനസ്സിലാക്കി കൂടെ നിൽക്കാൻ കഴിയുന്ന ഏക സർക്കാർ അത് UDF സർക്കാരാണ്. ഓഹോ, അങ്ങനെയാണല്ലേ? എന്നാൽ ഒന്നറിഞ്ഞോ, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ എനിക്ക് ചെയ്യാൻ വേറെ പണി അറിയില്ല. നിനക്ക് വേറെ എന്നല്ല ഒരു പണി ചെയ്യാനും അറിയില്ല. ഇവിടെ ഡോക്ടർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതേ ആരോഗ്യ മേഖലയിലല്ലേ ഒരു വന്ദനാദാസ് എന്ന് പറയുന്ന ഡോക്ടർ ക്രൂരമായി കൊല്ലപ്പെട്ടത്? ഇന്ന് നമ്മൾ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. പ്രൈവറ്റ് ആശുപത്രിയിലെ സകലമായ നഴ്സുമാരും സമരം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അങ്ങനെ ഏത് മേഖലയിലെടുത്താൽ ആരോഗ്യ മേഖലയുടെ വീഴ്ചകൾ മാത്രം പറയാൻ ഒരു ദിവസം മതിയാവില്ല എന്നതുകൊണ്ട് മാത്രം നിർത്തുകയാണ്. ഇനി പെൻഷന്റെ കാര്യം പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരോട് പെൻഷൻ കൊണ്ടുവന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഉമ്മൻചാണ്ടി സർക്കാരാണ് പെൻഷൻ 300 രൂപയിൽ നിന്ന് 400 രൂപ ആക്കുന്നത്. VS അച്യുതാനന്ദന്റെ സർക്കാർ ഇറങ്ങി പോകുന്ന അവസാന ഘട്ടത്തിലാ. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ 400 രൂപ കൊടുക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരാ. ആ 400-ൽ നിന്ന് 500 ആക്കുന്നതും 600 ആക്കുന്നതും ഉമ്മൻചാണ്ടി സർക്കാരാ. 80 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് അത് 1200-ഉം 1500-ഉം വരെ എത്തിച്ചിട്ടാ ഉമ്മൻചാണ്ടി സർക്കാർ പുറകോട്ട് പോകുന്നത്, ഉമ്മൻചാണ്ടി സർക്കാർ താഴെ ഇറങ്ങുന്നത്. എന്തൊരറിവാ നിനക്ക്. കൈരളി TV-യിൽ അശ്വമേധം നടത്താൻ ക്ഷണിച്ചതാ, ഞാൻ പോയില്ല, വേറെ പണിയില്ലേ. സത്യം സത്യം. ഇവരുടെ തന്നെ M സ്വരാജ് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി തോമസ് ഐസക് ഇറക്കിയിട്ടുണ്ട്. നിയമസഭാ രേഖയാ, KPCC ഓഫീസിൽ നിന്ന് ഇറക്കിയിട്ടുള്ള രേഖയല്ല. എഴുത്തും വായനയും അറിയുമെങ്കിൽ അതൊന്ന് പോയി പഠിച്ചു നോക്ക്. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. 3 മാസത്തിൽ കൂടുതൽ പെൻഷൻ കുടിശ്ശിക ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് ഞാൻ ഒന്ന് കാണട്ടെ. അത് തെളിയിക്കാൻ ഇത്ര കാലമായി നടപ്പിലാക്കാൻ കഴിയാതെ, തെളിയിക്കാൻ കഴിയാതെ വെറുതെ മുണ്ടച്ചുരുട്ടും ഉടായ്പുമായിട്ട് കടന്നു വരല്ലേ പ്രിയ സുഹൃത്തെ. സത്യം പറഞ്ഞാൽ ഞാൻ നല്ലൊരു ജോലിക്കാരനെ കാത്തിരിക്കുകയായിരുന്നു. നീയായിട്ട് തന്നെ അവരെ കൊണ്ടുവന്നു. വിഴിഞ്ഞത്തിന്റെ കാര്യം പറഞ്ഞു, കൊച്ചി മെട്രോയുടെ കാര്യം പറഞ്ഞു. ഇത്തരത്തിലുള്ള വലിയ രീതിയിൽ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള രീതിയിലുള്ള വികസന പദ്ധതികൾ പോലെ ഒരെണ്ണമെങ്കിലും കൊണ്ടുവരാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുക. ഒരു 10 മിനിറ്റ് എനിക്ക് റെസ്റ്റ് വേണം, എന്റെ തല പെരുക്കുന്നു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്.
സെൽഫ് കൺട്രോൾ. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി.